റാണി അവിടെ ഇരിക്കുന്നത്, റാണിയായിട്ട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻക്ലൂഡ് ആക്കായിരുന്നു. ഇവരൊരു ചാനലാണ്, അതിനകത്തൊരു 10-200 ഗ്രൂപ്പ് ചേർന്ന് ഇരുന്നിട്ട് നമ്മൾ സിനിമ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമസ്കാരം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്നുള്ളൊരു ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ഇവരുടെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു വാചകം പറയാറുണ്ട്. ഇന്നത്തെ വീഡിയോയ്ക്ക് നിങ്ങൾ മൊബൈലെടുത്ത് എൻ്റെ വീഡിയോ കാണുന്നത് വി ആർ ഇൻ ലവ്, അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെയൊക്കെയാണ്, ദീപ്തി സീതത്തോട്, ദീപ്തി ടീച്ചർ, ഇവിടെയൊക്കെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഏകദേശം 8 മണിക്കൂർ മുന്നേ വി ആർ ഇൻ ലവിൽ അവരിട്ടിട്ടുള്ള ആ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കണം ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്ഥിരമായിട്ട് എല്ലാ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ അടിയിലും പോയിട്ട് കമൻ്റ് ഇട്ടിട്ട് ഉല്ലസിക്കാൻ, ചിരിച്ചുല്ലസിച്ച് കളിച്ച് രസിച്ച് അർമാദിച്ച് ജീവിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ചിട്ടുള്ള അക്ക പോലീസ് സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ടുവന്നു എന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. നിങ്ങൾ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് നിങ്ങൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലാതുണ്ടെങ്കിൽ വിവരം അറിഞ്ഞിട്ടില്ലെങ്കിൽ വി ആർ ലവിൻ്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അവരൊരു Q&A നടത്തിയിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തി Q&A ആണ്. പക്ഷേ Q&A ഇടയിൽ അവർ പറയുന്നുണ്ട്, ഏകദേശം 8 മണിക്കൂർ മുന്നിട്ടുള്ള വീഡിയോ, അതിനിടയിൽ അവർ പറയുന്നുണ്ട് ഈ സ്ത്രീനെ, ഈ അക്കേനെ അവിടെ വിളിച്ചു വരുത്തി, സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അത്യാവശ്യം നല്ല രീതിയിൽ ഉപദേശിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുമെന്നറിയില്ല. അക്കേനോടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുമെന്നറിയില്ല, എങ്ങനെയുണ്ട് പോലീസ് സ്റ്റേഷനൊക്കെ? മറ്റേ അമർ അക്ബർ ആൻ്റണി ചോദിച്ചാൽ എങ്ങനെയുണ്ട് നഴ്സുമാരൊക്കെ? രണ്ടും കൊള്ളാന്ന് പറഞ്ഞാൽ 1-2 പോലീസുകാരൊക്കെ തിരക്കടില്ലേ? എന്താ സ്ഥിതി, അവസ്ഥ? കുഴപ്പമൊന്നുമില്ലല്ലോ, സുഖമല്ലേ? പിന്നെ ട്രബിളൊന്നും ഇല്ലല്ലോ, ജമ്പോ ജർക്കോ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഗുഡ്, അത് കേട്ടാൽ മതി കേട്ടോ. നിങ്ങളുടെ എന്താ പറയുക, ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്തായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങൾ അതിനുള്ള മറുപടി മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ ഫോൺ എടുക്കേണ്ടതില്ല. കാരണം വെച്ചാൽ ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വിട്ടു കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഈ അക്ക എനിക്കൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ മുന്നേ ഒന്ന് ചെറിയൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യത്തെ കമൻറ്റുകളിൽ ഒരു കമൻറ്റ് ഞാൻ വായിക്കാതെ വിട്ടു. ആ കമൻറ്റ് ആക്ച്വലി എൻ്റെ അച്ഛൻ്റെ കപ്പാസിറ്റിയെ ചോദ്യം ചെയ്യുന്നൊരു കമൻറ്റായിരുന്നു. അതായത് എൻ്റെ അച്ഛൻ, അവരുടെ അച്ഛന് കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ട് എന്തോ ആണ്, എൻ്റെ അച്ഛന് കപ്പാസിറ്റി ഇല്ല, അതുകൊണ്ട് ഇങ്ങനെയാണ് എന്നുള്ളതിന്. അതിന് ഞാൻ അത്യാവശ്യം നല്ല രീതിയിലൊരു മറുപടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതെന്ന് വെച്ചാൽ വളരെ തുറന്നടിച്ച് ഞാനൊരു മറുപടി അതിന് കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താ അറിയോ? നമുക്കത് ഒന്നാമതെന്ന് വെച്ചാൽ സ്ത്രീ എന്നുള്ളൊരു പരിഗണന, സീരിയസ്ലി ആ ഒരു പരിഗണന തന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പൃഥ്വിരാജ് മറ്റേ സിനിമയെ പറഞ്ഞ മാതിരി സോളമ എന്നുള്ള വിളിക്ക് ആദ്യത്തെ വിളിക്ക് തീർന്നതിന് പറഞ്ഞാൽ അജ്ജാതി വർത്തമാനം പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെന്താ വെച്ചാൽ ഇവരൊന്നും നിർത്താൻ കഴിയില്ല എന്നുള്ളത് ഏകദേശം ഇന്ന് ഈ വി ആർ ഇൻ ലവിൻ്റെ അവരുടെ വീഡിയോ കണ്ട സമയത്ത് മനസ്സിലായി. അപ്പോൾ ഇനി സ്റ്റേഷനിൽ പോയിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇവർ പറയണമെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കപ്പാസിറ്റിയുള്ള ചേട്ടൻ്റെ മകൾ ആയിട്ടുള്ള, ഞാൻ അങ്ങനെ തന്നെ പറയും, കപ്പാസിറ്റിയുള്ള ഏട്ടൻ്റെ മകൾ ആയിട്ടുള്ള നമ്മുടെ അഖ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസുകാരെ ഞെട്ടിച്ച് കൈയും കാലും പിടിച്ച് കരഞ്ഞു നിലവിളിച്ചു, എന്തൊക്കെയാണ് കേൾക്കണത്. അങ്ങനത്തെ അത്രയും വിഷമകരമായിട്ടുള്ള സംഭവമാണ് അവർക്ക് അവിടെ സംഭവിച്ച്. ഇനി മേലാലും ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പി പിടിച്ച് കരഞ്ഞു എന്നോ എന്തൊക്കെയോ സംഗതികൾ എവിടെയൊക്കെയോ കേട്ടു. ഞാൻ ഇനി ഇവരാണെന്നറിയില്ല, വട്ടവർ എന്തൊക്കെയോ കേട്ടു. എന്തായാലും നമുക്ക് ആ ഒരു ഇവർ പറയുന്ന ഒരു കേസ് ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. 3 വർഷമായിട്ട് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ട് നമ്മൾ റാണിയെ കണ്ടെത്തുകയും എല്ലാം നമ്മൾ പോയി കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിർത്താം, അല്ലെ? നമ്മൾ അവര് നന്നാവുമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോ ഇവിടെ വീട്ടിൽ കയറി കുറെ കഴിയുമ്പോഴത്തേക്കും അവർ അടുത്ത കമന്റ് ഇട്ടേക്കുന്നു, വളരെ മോശം പറഞ്ഞ്, നമ്മുടെ ശരീരഭാഗം ഒക്കെ വെച്ചിട്ട് മോശമൊക്കെ പറഞ്ഞു, അല്ലേ? ഭയങ്കര മോശം, വൃത്തികേടിന്റെ അങ്ങേയറ്റം പറയാവോ അത്രയും പറഞ്ഞു. അതായത് ഗോപ്രോ മച്ചാനൊക്കെയാന്ന് തോന്നുന്നു പറഞ്ഞേക്കുന്നത്, ഗോപ്രോ റിയാക്ട്സ് ആ ചാനലിനെയൊക്കെ പറഞ്ഞ് ഭയങ്കര മോശമായിട്ട് എത്ര എക്സ്ട്രീമിൽ തെറി വിളിക്കാവോ അതേപോലെ ചീത്ത തെറിയല്ല. ബ്രോ, എനിക്കതിൽ വിഷയമൊന്നുമില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്കതിലുള്ളൊരു വിഷയം എന്താ വെച്ചാൽ, നമുക്ക് തിരിച്ചു പറയാൻ പറ്റിയില്ലല്ലോ. കാരണം തിരിച്ചു പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്നോട് ആ ദീപ്തി ടീച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആ പറഞ്ഞ കമൻറ്റിനൊക്കെ എൻ്റെ വായിൽ വന്നിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, പക്ഷേ നമുക്കത് പറയാൻ കഴിയില്ലല്ലോ. പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അതിനുള്ള മറുപടി, പ്രത്യേകിച്ച് ഒരു സ്ത്രീയും കൂടി ആവുന്ന സമയത്ത് വീക്കനോട്ട് എനിക്ക് അതുകൊണ്ട് ഒറ്റ കാര്യം കൊണ്ട് ആ പരിഗണന, ആ പ്രിവിലേജ് ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ലൈക്ക് ഞാനത് പറഞ്ഞേനെ,
പക്ഷെ ഞാൻ മനസ്സിൽ പറഞ്ഞു കേട്ടോ നല്ലോണം അപ്പോൾ എനിക്ക് കുറച്ച് സംതൃപ്തി ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊക്കെ പറയും. മറ്റേ ആ ഏതാണ് മൈ ബോസിൽ മറ്റേ ഷാജോണ് പോയിട്ട് ബാത്റൂമിൽ പോയി ബക്കറ്റ് ചവിട്ടി പൊട്ടിക്കണതിന് അപ്പോൾ ഒരു സമാധാനം കിട്ടുമല്ലോ. വളരെ അറയ്ക്കുന്ന രീതിയിലുള്ള ചീത്തയാണ്. ഇവളെ മാത്രമല്ല ദീപ്തി ടീച്ചറിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര മോശമെന്ന് വെച്ചാൽ അത്ര മോശം. അപ്പൊ ഞാനൊരു ദൈവമേ, നമ്മളെ പേടിച്ച് അവിടെ നിന്ന സ്ത്രീയാണ് ഇത്രയും തെളിവ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് അഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പോയത്. അപ്പം നമുക്ക് ഒരു കണ്ടന്റ് മാത്രമാണെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാതെ പോയാൽ മതിയായിരുന്നു. കുറെ അങ്ങനെ അവിടെ തൊട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. അല്ല, നമുക്ക് ഇവിടുത്തെ കണ്ടന്റ് ആണ് നമുക്ക് ചങ്ങനാശ്ശേരി ഇറങ്ങുമ്പോൾ തൊട്ട് നമുക്ക് പറഞ്ഞിട്ട് പോവാം. നമുക്ക് അതല്ല, അവരുടെ അഡ്രസ് എടുക്കുക, സമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ ഒരാളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണെന്ന് കാണിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തം. നാളെ ഇത്രയും വൃത്തിയോട് പറഞ്ഞു വരുന്ന ഒരാൾ ഉണ്ടാവില്ലെന്നൊരു ഉദ്ദേശത്തിലാണ് അത് ചെയ്തത്. അപ്പൊ അതിന്റെ വേറൊന്നും ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ അവർ തന്നെ പറഞ്ഞു. കാരണം അവരുടെ അച്ഛൻ്റെ അത്രയും കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ജനിച്ചിട്ടുള്ളത് എന്നുള്ളതും എനിക്ക് തോന്നുന്നു. ഇനി ഒരു അച്ഛന് അതിന് കപ്പാസിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വെറുതെ അയാളെ പറയല്ല. പക്ഷെ എന്നാലും ആ ടോപ്പിക്കിൻ്റെ ഇതിൽ പറഞ്ഞു, എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞുകൊണ്ട് മാത്രം പറയും. ഇനി അങ്ങനത്തെ ഒരാളുണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഇനിയിപ്പോൾ ആ പഴയ കപ്പാസിറ്റി മൂപ്പർക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഭാഗമായിട്ട് നമുക്ക് അഡ്രസ്സ് കാര്യങ്ങളെല്ലാം കിട്ടി. നമ്മളിവിടെ വന്നു. എന്നിട്ട് ഇവര് ഒതുങ്ങുന്നില്ല. ഭയങ്കര മോശം. പിന്നെയും പറയുന്നു. അപ്പം റാണിയുടെ കാര്യം ഇന്നുകൊണ്ട് ഏകദേശം നമുക്ക് പറഞ്ഞു തരണം. കാരണം നമ്മൾ ലീഗലായിട്ട് എല്ലാം പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് തന്നെ പോകാം. കാരണം നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോയി അല്ലെങ്കിൽ അവരെ കണ്ടെത്തി, അവരുടെ അഡ്രസ്സ് കണ്ടെത്തി എന്ന് പറഞ്ഞതിനകത്തൊരു പൂർണ്ണത വരുന്നില്ല. അപ്പൊ ഇത് ഇവിടെ കൊണ്ടൊരു പൂർണ്ണത ഉണ്ടാവണം. അപ്പം അതിന്റെ ബാക്കി എന്തുവാണെന്ന് നിങ്ങൾ എല്ലാവരും അറിയണം. അപ്പം ബാക്കി ഒരു കമന്റ് വായിക്കുന്നതിന് ഇപ്പുറം ബാക്കി ആ കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങ് പോകാം കേട്ടോ. അപ്പം റാണിയെ നമ്മൾ വന്നിട്ട് നമ്മൾ തിരിച്ചു വിളിക്കുകയുണ്ടായി. അവര് മോള് തന്ന നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫോൺ സത്യം പറഞ്ഞ് സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പറ്റിയൊരു മണ്ടത്തരം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ അവർക്കുള്ള നമ്പർ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് അത് സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഓൾറെഡി സ്വിച്ച് ഓഫ് ആയിട്ടുള്ള ഫോണാണ്. അപ്പൊ അതിനകത്ത് വിളിച്ചിട്ട് നമ്മൾ വേറൊരു നമ്പറിലൂടെ അവർക്ക് ഓൾറെഡി വാട്സപ്പ് അവരവിടെ കടച്ചെന്ന് വാട്സപ്പ് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അവർക്ക് വേറെ നമ്പറുണ്ട്. അപ്പൊ ആ നമ്പർ മേടിക്കണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കയ്യിൽ അവരുടെ ഫോൺ നമ്പർ ഇല്ലാതെ ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ കുറെ കഷ്ടപ്പെട്ടു. കാരണം ആ സമയം കൊണ്ട് അവർ തെരുവിളിയുടെ അഭിഷേകം നടത്താൻ തുടങ്ങി. പിന്നെ ന്യൂസിനെ കുറച്ച് ആദ്യത്തെ ഒരു ദിവസം ഒന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം തൊട്ട് പിന്നെയും തുടങ്ങി. കാരണം നമ്മളൊരു റിയാക്ഷൻ നമ്മളിവിടെ വന്നു പോയി വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് അങ്ങ് പോയി അവർ വിചാരിച്ചു ഭാഗമായിട്ട് വന്നാന്ന് വിചാരിച്ചു. അവരത് ആ രീതിയിൽ ആ ഒരു പക്ഷെ ഇപ്പോഴും അവർ നിർത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവരെ സംബന്ധിച്ച് അങ്ങനെ നിർത്താൻ കഴിയില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്. ഓക്കെ, എന്തായാലെങ്കിലും ഇനി എന്ത് കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ വേറെ കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കൊതു വല്ലാതെ കൂടും. ഒരു കൊതു കുറച്ച് നേരമായിട്ട് കിടന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ച് ആൾക്കാർ കമൻറ്റ് ഇട്ടിരുന്നു എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ കേട്ടോ. ഞാൻ ഈ അക്കേൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് വല്ലാതെ ഒരു കൊതു വന്ന് കളിക്കുന്നുണ്ട്. ഇനി കൊതു മറ്റേ ഈച്ച സിനിമയിൽ കണ്ട പോലെയൊക്കെയാണോ? മെസ്സഞ്ചറാണോ? ഓക്കെ, എന്തായാലും ഇനി എന്താണ് സ്റ്റേഷനിൽ നടന്നതെന്നുള്ളത് ചെറിയൊരു പോർഷൻ മാത്രം അവരിട്ടിട്ടുണ്ട്. ഞാനത് മാത്രം ഒന്ന് പ്ലേ ചെയ്യുന്നു. നിങ്ങൾ വേറൊരാളുടെ കാര്യത്തിൽ ഒരാളുടെ ഫാമിലിയിലോ അവരുടെ പ്രൊഫൈലിലോ ചെന്നിട്ട് കമന്റ് ഇടാൻ നിങ്ങൾക്ക് എന്താ അവകാശമുള്ളത്? നമ്മൾ അവരുടെ പ്രൊഫൈലിൽ ചെന്ന് അവരുടെ ജീവിതകാര്യത്തിൽ തലയിടേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് ജോലി എന്താ? നിങ്ങൾക്ക് ജോലി വല്ലതും ഉണ്ടോ? ജോലി തന്നെ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നിങ്ങളുടെ ഭർത്താവ് ഒരു പട്ടാളക്കാരന്റെ കാര്യം പരിപാടിയാണ്. വേറെ ആരൊക്കെ ഉണ്ട് കമന്റ് ചെയ്യുന്നത്? ഇവരൊരു ചാനലാണ്. അതിനകത്തൊരു 10-200 ഗ്രൂപ്പ് ചേർന്ന് ഇരുന്നിട്ട് നമ്മൾ സ്ഥിരം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 2-3 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒന്നുമില്ല. നമ്മൾ ഇവരെ 2 വർഷം ഇങ്ങനെ സാറിന് അറിയാം ഇതിന്റെ പുറകെ നമ്മൾ എത്ര ദിയ സെബാസ്റ്റ്യൻ എന്നാണ് ശരിക്കുള്ള പേര്. അവരുടെ പേര് ദിയായാണ്, മീനാണെന്നല്ലാതെ എനിക്ക് വേറെ കാര്യമൊന്നും അറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിടുന്നുണ്ടോ? എനിക്ക് അറിയാനുള്ളതിലൂടെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിടുന്നുണ്ടല്ലോ എന്നാണ് പോലീസ് സ്റ്റേഷനിൽ മറ്റേ നമ്മുടെ സാറ് കാണുന്നത്. ബാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ VR ലവിൻ്റെ 8 മണിക്കൂർ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്ന സമയം 7 മണി, അതായത് രാവിലെ ഒരു എപ്പോഴോ ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പോർഷൻസ് മാത്രം ഈ അക്കേനെ കുറിച്ച് അവർ പറയുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും എന്താണെന്ന് അവർക്ക് പണിയെന്ന് ചോദിച്ചു. പലർക്കടയിലാണ്, ഭർത്താവ് പട്ടാളത്തിലാണ്.
പുരുഷു അനുഗ്രഹിക്കണം, അത്രേ പറയാനുള്ളൂ. രാജ്യം ഇനി അതൊക്കെ സത്യമാണെന്നുള്ളതല്ല, ഇവർ പല പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സത്യമാണെന്നുണ്ടെങ്കിൽ രാജ്യം കാക്കുന്ന ഒരു പട്ടാളക്കാരൻ അവിടെ എതിരാളികളെ, പാകിസ്ഥാൻ തീവ്രവാദികളെ വെടിവെച്ചിടുമ്പോൾ ഇവിടെ സ്വന്തം ഭാര്യ നാട്ടിൽ കിടന്നിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. ആ പട്ടാളക്കാരൻ ഇതൊന്നും അറിയുന്നില്ല. ഇതൊന്നും അറിയാതെ ആയിരിക്കണം ആ പട്ടാളക്കാരൻ ഇനി അടുത്ത ലീവിൽ വരുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ ഇന്ത്യൻ പട്ടാളത്തിന് യൂട്യൂബിലേക്ക് ഒരു ആക്സസ് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിന് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് ഒരു ആക്സസ് കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഇന്ത്യൻ ആർമിക്ക് ഈ ചങ്ങാതി, പ്രത്യേകിച്ച് ഈ പട്ടാളക്കാരുടെ അടുത്തേക്ക് എന്തും ചെന്നിരുന്നെങ്കിൽ എന്താണ് ഈ ഭാര്യ നാട്ടിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അയാൾക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവും. അല്ലെങ്കിൽ അയാൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് പട്ടാള പുരുഷോട്ടം വന്ന വരെ തോക്കും തുടച്ചിങ്ങനെ പോട്ടെ പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ ഇതിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുള്ള കമൻറ്റുകളിൽ എനിക്ക് ഓർമ്മ വരുന്നു. അതാണ് കാരണം കേട്ടോ. ഏതായാലും അക്ക ഇതോടുകൂടി ഒടുങ്ങിയോ എന്നുള്ള അറിയില്ല. ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ രണ്ടാം ഭാഗം വരാൻ നിൽക്കുന്ന സിനിമകൾക്കൊരു പ്രത്യേകത ഉണ്ട്. വില്ലൻ ലാസ്റ്റ് മരിച്ചു എന്നുള്ള സംഭവത്തിൽ വില്ലൻ കൊന്നു പറഞ്ഞിട്ടുണ്ട്. വില്ലനെ കൊന്നിട്ട് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് സമാധാനപരമായിട്ട് നായകനൊക്കെ ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ കാണാം കൊതുക്. ഇതാണ് പ്രശ്നം കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. നായകൻ ഇറങ്ങിയാണ് പോകുമ്പോൾ കാണാം കാണികൾ, നമ്മൾ കാണാം. നായകനപ്പോൾ കാണില്ല, കാണികളായിട്ട് നമ്മൾ കാണാൻ പറ്റും. ഇയാൾ വേറൊരു പേരിൽ വേറൊരു രാജ്യത്ത് വീണ്ടും പുനർജനിച്ചിട്ടുണ്ടാവും, രണ്ടാം പാർട്ടിന് വേണ്ടിയിട്ട്, ടു ബി കണ്ടിന്യൂഡ്. അതുപോലെ ചിലപ്പോൾ വേറെ വല്ല ഐഡിയയിലും ഇതുപോലുള്ള അക്കമാർ ഇനിയും കൂടെ വിലസുന്നുണ്ടാവും. അക്കന്മാരുണ്ട്. ഏതായാലും ഈ ഒരു അക്ക മാത്രമാണ് നമ്മുടെ എല്ലാ പോലീസിൻ്റെ ഇതിൽ വന്നിട്ട് റഡാറിൽ പ്രിവ്യൂവിൽ വന്നിട്ടുള്ളത്. എന്താണെന്നുണ്ടെങ്കിലും ഈ VRN ലവിന് ബിഗ് സല്യൂട്ട് ഉണ്ട് ഇതുപോലുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ടുള്ളത്. അവസാനം ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കമൻ്റ് ഇടുന്ന ഒരാൾക്കും നമ്മൾ എതിരത്തില്ല. കമൻ്റല്ല, നെഗറ്റീവ് കമൻസിനും അല്ല, തെറിക്കുമല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഇത് പറയാം, തെറിയും വിഷയമല്ല. പക്ഷേ അനാവശ്യമായിട്ടുള്ള തെറികൾ, അനാവശ്യമായിട്ടുള്ള തെറി എന്നിട്ടൊരു പ്രത്യേക രീതിയിലുള്ള കാറ്റഗറി ഉണ്ട്. അത് ഇടുന്നവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. അത് ഒഴിവാക്കാവുന്നതാണ്. അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്താണെന്നുണ്ടെങ്കിലും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ ഇനി എന്തായാലും വന്ന് കമൻ്റ് ഇടാൻ പറ്റില്ല, കാരണം ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട്. റീസൺ അതാണ്, എനിക്ക് മറുപടി കൊടുക്കാൻ വയ്യായിട്ടല്ല, അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ശരിയല്ല, അങ്ങനത്തെ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നത് ശരിയല്ല. അത് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എന്നെപ്പോലുള്ള ചില വ്ളോഗേഴ്സിനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എവിടുന്ന് ഇവരൊക്കെ വരുന്നില്ലേ? അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.